പറയല് ഞാൻ അറിഞ്ഞിട്ടല്ല എന്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. നമസ്കാരം. ഇന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത കണ്ട് രേണുസുധിയുടെ ചാനലിൽ രേണുസുധീനെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഒരുപാട് രേണുസുധിയുടെ വീഡിയോ നമ്മൾ ചെയ്തു. നമ്മൾ രേണുസുധിയെ വിമർശിക്കുകയും പോസിറ്റീവ് പറയുകയൊക്കെ ചെയ്തു. ഒരുപാട് പേര് കണ്ടു. ഇന്ന് വളരെ നിരാശകരമായിട്ടുള്ള ഇത്രയും ചെറ്റത്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഓർക്കുമ്പോഴാണ് ഈ രേണുസുധിക്ക് ഇങ്ങനൊരു അസുഖമായിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വന്നവരുടെ ചാനലിലൂടെ താനിങ്ങനെ കീമോ ചെയ്യുകയാണെന്നൊക്കെ അറിയിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ അറിയുന്നത്. ഇതൊന്നുമല്ല, രേണുസുധിയുടെ പേരും പറഞ്ഞ് പണം പിരിക്കുകയാണ്. രേണുസുധിക്ക് അസുഖം ഉണ്ട്, ആ അസുഖത്തിന് വേണ്ടിയിട്ട് അവരെ ചികിത്സിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് ആരെല്ലോ കുറേ ഫ്രോഡ് കള്ളന്മാർ അവളുടെ പേരും പറഞ്ഞ് പിരിക്കുക. അത് അവൾ തന്നെ പറയുകയാണ്, ആ പെൺകുട്ടി തന്നെ പറയുകയാണ്, കുറേ പേര് എന്റെ സമ്മതത്തോടു കൂടിയല്ല. സൊസൈറ്റി പോലെ ഇവളുടെ പേര് പണം ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമം പറയല് ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം ഉള്ളവന്മാരാണെങ്കിൽ ഇത് ചെയ്യുമോ? അല്ലേ? അല്പമെങ്കിലും മനുഷ്യത്വം വേണ്ടേ? മനുഷ്യന്മാരായിട്ടുള്ള ഒരു കുറച്ച് ബോധം, അല്ലെങ്കിൽ ബോധമില്ലാത്തവനൊക്കെ ചെയ്യുള്ളൂ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു രോഗാവസ്ഥയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഘടനകളും അതുപോലെ തന്നെ അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയും പണം പിരിക്കുകയൊക്കെ ചെയ്യും. ഇത് ജെനുവിനായിട്ട് അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതവിടെ ഇരിക്കട്ടെ, അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവരല്ല, അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വേറൊരു പാർട്ടി വേറൊരു നാട്ടിൽ ഇവരുടെ പേരിൽ പണം പിരിക്കുകയാണ്. ഇവരെ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനൊരു പണം പിരിക്കാൻ വേണ്ടി ഇവരാരെ അനുവദിക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മുതലാക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കൈകളിലേക്കൊരു വലിയൊരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന വലിയൊരു തെമ്മാടിത്തരം. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്നുള്ളത് അല്ലേ? ഒരാൾക്കൊരു രോഗം വന്നു, ആ രോഗാവസ്ഥയെ വിറ്റ് കാശാക്കുന്നവർ വരെ ഈ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ എത്ര ക്രൂരന്മാരല്ലേ? അവൻ്റെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ അവനെയൊക്കെ പിടിച്ചകത്തിടണം. ഇങ്ങനത്തെ ഈ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളോട് ഇത്രയും വിളിവുകേട് ചെയ്യുന്ന ആൾക്കാർ. നമുക്കൊന്നും കൂടെ നോക്കാം. ആ പെൺകുട്ടി എന്താണ് പറയുന്നത്? പെൺകുട്ടി പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ ശാരീരിക അസുഖങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണം. മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഹാർട്ടിൽ അങ്ങനെ പറയല് ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്. എന്താടോ നന്നാകാത്ത മോലാലി ചോദിക്കുന്ന പോലെ, എന്താടോ നന്നാകാത്ത അല്ലേ? ഇമാതിരി തെമ്മാടിത്തരം, നല്ലത് പറയണം, മോശം എന്ന് പറയണം. ഇത്രയും തെമ്മാടിത്തരവുമായിട്ട് ആൾക്കാരങ്ങ് ഇറങ്ങുകയാണ്. എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ച്. വൃത്തികേടല്ല. താൻ ഈ പണമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ ആ പെൺകുട്ടിക്ക് കൊടുത്താൽ കുഴപ്പമില്ല. ആ പെൺകുട്ടിക്ക് കൊടുക്കാനല്ലാതെ ആ പെൺകുട്ടിയെ വിറ്റ് കാശാക്കും, പെൺകുട്ടിയുടെ രോഗത്തെ വിറ്റ് കാശാക്കും. ആ പെൺകുട്ടി ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പണമൊന്നും കയ്യിലില്ല. അപ്പോൾ നല്ലവനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ ഇല്ലീഗലായിട്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ ഇവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്നത് ഇവരറിയാതെ. നിങ്ങളിനി അവർക്ക് വേണ്ടിയാണ് ജെന്യുവനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരെ വിളിച്ചു പറയണം, അവരുടെ അക്കൗണ്ടിലേക്ക് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഇതിങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കുന്നത് ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന വലിയ തട്ടിപ്പാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ഇതിനകത്ത് പോയി പെട്ടുപോകരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ചാനലിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ നമ്പർ അതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മാനേജറുടെ നമ്പറൊക്കെ ഉണ്ടാവും, അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുകയോ അവരുടെ മാനേജറെ വിളിക്കുകയോ, അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ വിളിച്ചാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കിട്ടും. അവരുടെ ഫോൺ നമ്പർ കിട്ടും, അവർക്ക് എത്ര രൂപ ആവശ്യമുണ്ടെന്നൊക്കെ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ
സ്റ്റേറ്റസ്, ഇപ്പോഴത്തെ രോഗാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ നാട് നീളെ ഇവരോട് പറയാതെ പിരിക്കുന്ന പിരിവൊക്കെ വേറെ കീശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട്, കാരണം നമ്മൾ ഒരുപാട് വീഡിയോ അവരെ വെച്ച് ചെയ്തു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പം എനിക്ക് വലിയ രീതിയിലൊന്നും ഇതിനകത്തുനിന്ന് വരുമാനം വരുന്നില്ല. ഒന്നാമത്തെ ഇത്, നമ്മൾ ഈ ചാനൽ ഉണ്ടെങ്കിലും ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂ ഉള്ള 10 ബില്യനൊക്കെയുള്ള അല്ലെങ്കിൽ 5 മില്യനും 3 ലക്ഷമൊക്കെ സബ്സ്ക്രൈബർ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം. നമുക്കൊന്നും അധികം വരുമാനങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ഒന്നല്ല, ഒരു സഹായം. ആ പെൺകുട്ടിയെ സഹായിക്കാൻ ഞാൻ ആദ്യം മുതലേ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആ പെൺകുട്ടി പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ആ പെൺകുട്ടിയെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയും ആ പെൺകുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ചിത്രമോ കാണിച്ചാൽ പോലും ആളുകൾ കാണുന്ന ഒരു ഫാൻ ബേസ് ആ പെൺകുട്ടി സൃഷ്ടിച്ചെടുത്തു. അതുതന്നെ ആ പെൺകുട്ടിയുടെ വിജയം. ആ പെൺകുട്ടിയെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയ വരുന്നതൊക്കെ കാണാൻ വേണ്ടി ആയിരങ്ങളും ലക്ഷങ്ങളും ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ഇതുപോലത്തെ ചതിയിൽ പോയിപ്പെടാതെ പറ്റുമെങ്കിൽ ആ പെൺകുട്ടിയെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് അവരുടെ കരങ്ങളിലേക്ക് പണം എത്തിക്കുക. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.